നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പൗരത്വം നിഷേധിക്കപ്പെടുന്ന കള്ളക്കളികൾ കൊണ്ട് അമ്മാനമാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ മാറ്റിമറിക്കാൻ കേന്ദ്ര നീക്കം നടത്തുന്ന വൻ ലോബിക്കെതിരെയും ശക്തമായി മമതാ ബാനർജി നടത്തിയ പോരാട്ടം ഫലം കാണുകയാണ്. സുപ്രീം കോടതി പല വിഷയങ്ങളിലും മമതാ ബാനർജിയെ പരിഹസിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. മമതാ ബാനർജി ഉരുക്ക് വനിതയെപ്പോലെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു നിയമബിരുദധാരിയായ അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വക്കീൽ കുപ്പായം അണിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കൃത്യമായി അവർ ബംഗാളിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയിരിക്കുന്നു. ഇത് മറ്റുള്ള ഇതര മുഖ്യമന്ത്രിമാർക്ക്, അതായത് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കൊടുത്ത പ്രചോദനം, ഒരു സന്ദേശം, അത് ചില്ലറയൊന്നുമല്ല. മറ്റുള്ളവരെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുകയാണ്. ബംഗാളിൽ തൃണമൂൽ വോട്ടർമാരെന്നത് ബംഗ്ലാദേശികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ നയങ്ങളെ പൊളിച്ചെടുക്കാൻ മമതയ്ക്ക് കിട്ടിയ ഒരു അവസരമാണ്. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും കുടിയേറ്റക്കാരായിട്ടുള്ളവരെ മമതാ ബാനർജി അവിടെ താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുവെന്നാണ് സുവേദു അധികാരിയും ദിലീപ് ഘോഷും BJPയുടെ പല നേതാക്കളും തട്ടിവിടുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി മുമ്പ് ഒരു വീഡിയോ ഈ രാജ്യത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏതൊക്കെ ലോക്സഭാ സീറ്റിലാണ് അട്ടിമറി നടന്നതെന്നും എങ്ങനെയാണ് അവിടെ പുതിയ വോട്ടർമാർ 50,000 മുതൽ 2 ലക്ഷം വരെ അധിക വോട്ടർമാരെ ഓരോ മണ്ഡലങ്ങളിലും കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളത് കേരളത്തിലെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞത് എല്ലാവരും കണ്ടതാണ്. അവരുടെ വിജയാഘോഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരിക്കലും താമര വിരിയാൻ സാധ്യതയില്ലാത്തടത്ത് അവർ സാധ്യതകൾ ഒരുക്കുന്നത് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എങ്ങനെയാണ് ആ കാപട്യം കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നത് ബ്ലൂ പ്രിന്റ് സഹിതം ഗർവടിച്ച ഒരു പ്രാദേശിക നേതാവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മമതാ ബാനർജി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വരും വരായികകൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ അവിടെ ജനങ്ങളെ തെരുവിലിറക്കി രാഷ്ട്രപതി ഭരണം സൃഷ്ടിക്കാം. അവരൊന്ന് വിചാരിച്ചാൽ BJP സുഗമമായി സംസ്ഥാനങ്ങൾ പലതും ഭരണം കൈയൊഴിഞ്ഞ് സ്ഥലം വിടേണ്ടി വരും. ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ അസാൻമാർഗിക നീക്കത്തിലൂടെ അധികാരത്തിലെത്തിയ സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രസ്താവനകൾ മമതാ ബാനർജി ഉദാഹരണ സഹിതം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇനിമേൽ നടപടിയെടുത്തില്ല എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയാം.